ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 14ാമത്തെ ചാപ്റ്റർ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ഒരു കോൺട്രാക്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് ഒരു കോൺട്രാക്ട്? ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നോർമലി കേട്ട് പരിചയമുള്ള ടേംസാണ് കോൺട്രാക്ട്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ നമ്മളെ സ്പെസിഫിക് ആയിട്ട് ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളെ ഏൽപ്പിച്ച് അയാൾക്ക് പേയ്മെന്റ് കൊടുത്ത് അയാൾ ത്രൂ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നതിനാണ് കോൺട്രാക്ടിങ് എന്ന് പറയാം. അപ്പോൾ ഈ കോൺട്രാക്ടിങ്ങും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് ജോബ് ഓർഡർ കോസ്റ്റിംഗ് ആണ്. ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ജോബ് ചെയ്ത് ഇപ്പോൾ നമ്മൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ വേണം, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് നമ്മൾ വെഹിക്കിൾ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് സർവീസ് വേണം. ഇതുപോലത്തെ സ്പെസിഫിക് സർവീസിന് വേണ്ടി അല്ലെങ്കിൽ സ്പെസിഫിക് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കോസ്റ്റിങ്ങിനാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റും ഇതുപോലെ തന്നെ സെയിം ആണ്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഒരു സ്പെസിഫിക് കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് അയാൾ ത്രൂ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് കൊടുക്കുക അല്ലെങ്കിൽ കോൺട്രാക്ടിങ് എന്ന് പറയാം. ഈ ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി ചെറിയ ജോബായിരിക്കും. കമ്പാരിറ്റീവ്ലി ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സായിരിക്കും ജോബ് കോസ്റ്റിങ്ങിന് നമ്മൾ കൊടുക്കുക. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും കൺസ്ട്രക്ഷന്, ഒരു വീട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ കോൺട്രാക്ടിങ് എന്ന് ഇതിന് പറയാം. കാരണം എന്താണ്, ഇത് ഈ പ്രോസസ്സിന് ഒരുപാട് സമയം എടുക്കും. ഒരു വർഷത്തിൽ മിനിമം ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ടൈം എടുക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൽ എമൗണ്ട് വളരെ വലുതായിരിക്കും. ഈ കോൺട്രാക്ടർ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില വർക്കുകൾ സബ് കോൺട്രാക്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് എന്ത് ചെയ്യും ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിലുണ്ടാവും. അപ്പോൾ ഈ ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി സ്മോൾ ചെറിയ ജോബായിരിക്കും. എന്നാൽ കോൺട്രാക്ടിംഗ് എന്ന് പറയുന്നത് വലിയ ജോബായിരിക്കും, കമ്പാരിറ്റീവ്ലി വലിയ ജോബായിരിക്കും. ഒരുപാട് റിസോഴ്സസും പൈസയും മണിയും അതുപോലെ തന്നെ സബ് കോൺട്രാക്ടിങ്ങും ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് എന്ന് പറയാം. ഈ സ്പെസിഫിക് കോൺട്രാക്ട് കോസ്റ്റിംഗ് ചെയ്യുന്ന കോൺട്രാക്ടിന്റെ കോസ്റ്റിംഗ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്രോസസ്സാണ്. നമ്മൾ നോർമലി ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്ന പോലെയോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കോൺട്രാക്ട് കോസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് കോസ്റ്റിംഗ് മെത്തേഡ് തന്നെ ഉണ്ട്. ആ കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. കോൺട്രാക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, ലോങ് ടൈം ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ഒരു ജോബ് ആകുമ്പോൾ നോർമലി നമ്മളൊരു കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ ഉണ്ടാക്കാണ്, മാക്സിമം നമുക്ക് എന്ത് ചെയ്യും 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിരിക്കും സമയം എടുക്കുക. എന്നാൽ നമ്മളൊരു വീട് കോൺട്രാക്ട് കൊടുക്കുകയാണ്, നമുക്ക് എത്ര സമയം എടുക്കും, 1 വർഷമോ 2 വർഷമോ 1.5 വർഷമൊക്കെ ചിലപ്പോൾ എടുക്കാൻ സമയം ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നോർമലി ടൈം, അതിന് കൺസ്യൂം ചെയ്യുന്ന ടൈമും അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കോൺട്രാക്ടിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ദ വർക്ക് ഈസ് അണ്ടർടേക്കൻ ടു എ സ്പെസിഫിക് കസ്റ്റമർ സ്പെസിഫിക് റിക്വയർമെന്റ്. ഈ ഒരു വർക്ക്, ഒരു കോൺട്രാക്ട് വർക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കസ്റ്റമർ സ്പെസിഫിക് റിക്വയർമെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയാം. ദ വർക്ക് വിൽ ബി റിലേറ്റീവ്ലി ലോങ് ഡ്യൂറേഷൻ ആൻഡ് ഇൻവോൾവ് ലാർജ് എമൗണ്ട്. കോൺട്രാക്ട് ആവുമ്പോൾ ലോങ് ഡ്യൂറേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ വലിയ എമൗണ്ട് ആ ഒരു വർക്കിന് ആവശ്യമായിട്ട് വരും. ദ വർക്ക് ഈസ് യൂഷ്വലി സൈറ്റ് ബേസ്ഡ് വർക്ക് ആയിരിക്കും. ദ വർക്ക് ഈസ് ഫ്രീക്വൻലി ഓൺ എ കൺസ്ട്രക്ഷണൽ നാച്ചർ. നോർമലി കോൺട്രാക്ടിങ് ജോബുകൾ നോർമലി നമുക്ക് നോക്കി അറിയാൻ പറ്റും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നാച്ചർ ആയിരിക്കും അതുണ്ടാവും. അപ്പോൾ നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യാനെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ, ഇതൊക്കെ ഒരു കൺസ്ട്രക്ചറൽ നാച്ചർ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ തന്നെ കോൺട്രാക്ടിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ കോൺട്രാക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ വാങ്ങേണ്ടി വരും, പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആൾ വാടക എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഡോക്യുമെന്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ പെനാൽറ്റീസ് ഒക്കെ ഉണ്ടാവും കോൺട്രാക്ടർക്ക്. അതുപോലെ തന്നെ ഈ കോൺട്രാക്ടർ ഈ വർക്ക് എടുക്കുന്ന ആൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില സബ് കോൺട്രാക്ട് കൊടുക്കും, ചില സ്പെസിഫിക് ഏരിയയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും സബ് കോൺട്രാക്ട് മറ്റ് കമ്പനീസിന് കൊടുക്കും. ഈ സബ് കോൺട്രാക്ടറൊക്കെ നോർമലി ഹാൻഡിൽ ചെയ്യായിരിക്കും ഈ കോൺട്രാക്ടർ തന്നെ ആയിരിക്കും സബ് കോൺട്രാക്ടറൊക്കെ ഹാൻഡിൽ ചെയ്യുക, അല്ലാതെ ജോബ് കൊടുത്ത ആളായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിന് കോൺട്രാക്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഞാനൊരു കോൺട്രാക്ടർക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അയാൾ മറ്റൊരാൾക്ക് കോൺട്രാക്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ സബ് കോൺട്രാക്ട് എന്ന് പറയാം.
പിന്നെ അടുത്ത ഫീച്ചർ ദ കോസ്റ്റ് യൂണിറ്റ് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് എ കോൺട്രാക്ട്. നമ്മൾ ആ കോൺട്രാക്റ്റിനാണ് നമ്മൾ ഈ ഒരു കേസിൽ കോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കോൺട്രാക്റ്റിനും നമ്മൾ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ, ഓരോ കോൺട്രാക്റ്റിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, സ്പെസിഫിക് എല്ലാ കോൺട്രാക്റ്റിൻ്റെയും എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, മറ്റു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഓരോ കോൺട്രാക്റ്റിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ അല്ലെങ്കിൽ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുവിധ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. നമ്മളൊരു ജോബിനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ജോബിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ സൂപ്പർവൈസേഴ്സ് ആയിക്കോട്ടെ, മാനേജേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ആ സ്പെസിഫിക് കോൺട്രാക്റ്റിന് വേണ്ടി മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും ഒരുപാട് കൂടുതലുണ്ടാവുക. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ടാവും, നോർമലി ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ്, മറ്റ് ജനറൽ അഡ്മിൻ എക്സ്പെൻസുകൾ മാത്രമേ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും. അതുപോലെ തന്നെ നോർമലി ഒരു കോൺട്രാക്റ്റ് ആകുമ്പോൾ കോൺട്രാക്റ്റിന് ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര പേയ്മെന്റ്, സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര പേയ്മെന്റ്, അടുത്ത സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര പേയ്മെന്റ്, ഇങ്ങനെ ഓരോ ടേം അതിൽ മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക. എ സെപ്പറേറ്റ് കോൺട്രാക്ട് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻ ഫോർ റിഗാർഡിംഗ് കോസ്റ്റ് ആൻഡ് നമ്പർ ഓഫ് കോൺട്രാക്ട്. അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരുപാട് കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ കോൺട്രാക്റ്റിനും ഒരു സെപ്പറേറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവർക്ക് എന്താ പറ്റും, ഓരോ കോൺട്രാക്റ്റിനും ചിലവായിട്ടുള്ള എമൗണ്ട് എത്ര എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഭാഗം നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജോബ് ആകുമ്പോൾ എന്ത് ചെയ്യും, റിലേറ്റീവ്ലി കമ്പാരിറ്റീവ്ലി ചെറിയ വർക്കായിരിക്കും ജോബ് കോസ്റ്റിങ്ങിൽ വരിക. എന്നാൽ കോൺട്രാക്ട് ആകുമ്പോൾ വലിയ വർക്കായിരിക്കും. വലുതെന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും, അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ ജോബ് ആകുമ്പോൾ നോർമലി എന്തായിരിക്കും, നമ്മളെ ഫാക്ടറി വെച്ചിട്ടുണ്ടായിരിക്കും ജോബ് നമ്മൾ ചെയ്യുക. എന്നാൽ കോൺട്രാക്ട് ആകുമ്പോൾ നോർമലി ആ സൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും, എവിടെയാണോ ആ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ജോബ് പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിങ്ങിൽ ഒരുപാട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ജോബ് ഫാക്ടറിയിൽ റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ലൈക്ക് ഫാക്ടറി റെന്റ്, മറ്റു ഓവർഹെഡുകളൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറവായിരിക്കും, മോസ്റ്റ്ലി കൂടുതലും ഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും. അതുപോലെ തന്നെ ഒരു ജോബിന്റെ കേസിൽ, ജോബ് കോസ്റ്റിങ്ങിന്റെ കേസിൽ വരുമ്പോൾ ഓവർ ഹെഡ് എക്സ്പെൻസ് കൂടുതലായിരിക്കും. എന്നാൽ ഒരു കോൺട്രാക്റ്റിന്റെ കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഓവർ ഹെഡ് എക്സ്പെൻസ് കുറവായിരിക്കും. നമുക്ക് എന്ത് ചെയ്യും, ഓരോ കോൺട്രാക്റ്റിലേക്ക് വേണ്ടി മാത്രം പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഓവർ ഹെഡ് എക്സ്പെൻസ് കുറവായിരിക്കും. എന്നാൽ എന്ത് ചെയ്യും, ഇനി അടുത്തൊരു വ്യത്യാസം, ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിലാകുമ്പോൾ നോർമലി വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. എന്നാൽ നമുക്ക് ഒരു കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് റെക്കോർഡിങ്ങിലാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മളിപ്പോൾ 60% നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നമ്മളൊരു ഇയർ എൻഡ് കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ 2024 കോൺട്രാക്ട് എടുത്തത്, 24 ഡിസംബർ ആയപ്പോഴേക്കും നമ്മൾ 60% വർക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ 60% വർക്ക് കംപ്ലീറ്റ് അതിൻ്റെ പ്രോഫിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഇയർ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ജോബ് കോസ്റ്റിംഗ് നോർമലി എവിടെയൊക്കെ ഉണ്ടാവും, റിപ്പയർ ഷോപ്പിൽ, പ്രിന്റിംഗ് പ്രസ്സിൽ, മെഷീൻ ടൂൾ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ, ഇതുപോലത്തെ യൂണിറ്റുകളായിരിക്കും നോർമലി ജോബ് ഓർഡർ പോസ്റ്റിംഗ് യൂസ് ചെയ്യുക. എന്നാൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് നോർമലി എവിടെ യൂസ് ചെയ്യാം, ഷിപ്പ് ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയർ കോൺട്രാക്ടേഴ്സ്, കൺസ്ട്രക്ഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇതുപോലത്തെ ഫീൽഡിലാണ് കാര്യമായിട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ കോൺട്രാക്ട് കോസ്റ്റിംഗ്? എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ പറയുന്നത് എന്താണ് ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നു, നമ്മളൊരു സ്പെസിഫിക് ജോബ് പെർഫോം ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി വലിയൊരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ നമ്മൾ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ കോൺട്രാക്ടിംഗ് എന്ന് പറയാം. അപ്പോൾ ആ കോൺട്രാക്ടർ അതിന് ഓരോ ജോബിനും ഓരോ രീതിയിലും ഓരോ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര, ലേബർ എത്ര, ഓവർഹെഡ് എത്ര, ഇതുപോലെ രീതിയിൽ എന്ത് ചെയ്യും, അയാൾ അതിൻ്റെ കോസ്റ്റിംഗ് ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. Give for example of industries for which contract costing is considered appropriate. കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് എന്തൊക്കെയായിരുന്നു, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ എന്തെയും ബിഗ് മെഷീൻ മാനുഫാക്ചറിങ്. ഇപ്പോൾ ഇതുപോലത്തെ കൺസിഡറേഷനിലാണ് നോർമലി കോൺട്രാക്ട് കോസ്റ്റിംഗ് കൂടുതൽ അപ്ലിക്കബിൾ ആവുക. ഓക്കെ, നമുക്ക് കോൺട്രാക്ട് കോസ്റ്റിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് നോക്കാം.
പ്രൊസീജിയേഴ്സ് പോകുന്നതിന് ഇവിടെ 2 പാർട്ടീസാണുള്ളത്. ഒന്ന് കോൺട്രാക്ടറും ഒന്ന് കോൺട്രാക്ടറി എന്ന് പറയും. കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ ആ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ആളെയാണ് നമ്മൾ കോൺട്രാക്ടർ എന്ന് പറയാം. എന്നാൽ കോൺട്രാക്ടറി ആവുമ്പോൾ ആരാണ് വർക്ക് കൊടുക്കുന്നത് അയാളാണ് കോൺട്രാക്ടറി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്നുള്ളൊരു വ്യക്തി ബി എന്നുള്ളൊരു വ്യക്തിക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ബി എന്നുള്ള വ്യക്തിയാണ് കോൺട്രാക്ടർ. എ എന്നുള്ള വ്യക്തിനെ നമ്മൾ കോൺട്രാക്ടി എന്നാണ് പറയാം. അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റിൽ നോർമലി വലിയ എമൗണ്ട് ആയിരിക്കും നോർമലി കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു കേസിൽ തന്നെ നമ്മൾ പറയുകയാണ് ഇപ്പോൾ അഡ്വാൻസ് എത്ര പെർസെൻറ്റേജ്, അഡ്വാൻസ് നോർമലി 10%. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ വർക്ക് 20% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 20% പേയ്മെൻറ്റ് കൊടുക്കണം. 50% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി 30% നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. 90% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി 50% പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് പേയ്മെൻറ്റ് കൊടുക്കണം. ഇതുപോലൊരു ടേം അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ടേം ഈ 2 പാർട്ടീസും തമ്മിൽ ഉണ്ടാവും ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ചില കേസിൽ എന്ത് ചെയ്യും, ഈ ബി എന്നുള്ള ആൾക്ക് ഇപ്പോൾ എ ആണ് കോൺട്രാക്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യും, ഈ എ എന്നുള്ള ആൾക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ മണി എന്ത് ചെയ്യും പേയ്മെൻറ്റ് കൊടുക്കാതെ അയാളെ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. കാരണം എന്ത് ചെയ്യും, ഇയാൾ എന്തെങ്കിലും ഡിലേ വരുത്തി മറ്റെന്തെങ്കിലും ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ രീതിയിൽ ഇയാൾ വർക്ക് ചെയ്യാതിരിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ എമൗണ്ട് ഇയാൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഈ എമൗണ്ടിനെയാണ് റിട്ടൻഷൻ മണി എന്ന് പറയാം. ഇതെന്തിനുള്ളതാണ്, സെക്യൂരിറ്റി അഗൈൻസ്റ്റ് ഡിഫക്റ്റീവ് വർക്ക്, പെനാൽറ്റീസ് ചാർജബിൾ ഫോർ, അതായത് എന്തെങ്കിലും ഡിലേ വരുത്തി അല്ലെങ്കിൽ ഡിഫക്റ്റീവ് വർക്ക്, ഇതിനൊക്കെ അഗൈൻസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എ എന്നുള്ള ആൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കും ബി എന്നുള്ള ആൾക്ക് കൊടുക്കാനുള്ളതിന്. ഈ എമൗണ്ടിനെയാണ് നമ്മൾ റിട്ടൻഷൻ എമൗണ്ട് എന്ന് പറയാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്ട് കോസ്റ്റിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ സ്റ്റോർ മെറ്റീരിയൽ, ചില മെറ്റീരിയൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ത്രൂ റിസീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ മെറ്റീരിയൽ ഓൺ സൈറ്റ്, മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഓൺ സൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് ആ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ്, ആ ഒരു സൈറ്റിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റോക്കിലുള്ള മെറ്റീരിയൽ ഇൻസൈറ്റ് ഓൺ സൈറ്റ് എന്ന് പറയാം. ആ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇനി മെറ്റീരിയൽ റിട്ടേൺ ടു ദ സ്റ്റോർ, ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു വർക്ക് കഴിഞ്ഞു എക്സ്ട്രാ മെറ്റീരിയൽ സൈറ്റിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽ ചിലപ്പോൾ റിട്ടേൺ ചെയ്യും സ്റ്റോറിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ഇതേ നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ഒന്ന് കുറക്കാൻ പറ്റും. മെറ്റീരിയൽ സ്റ്റോളൻ ഓർ ഡിസ്ട്രോയിഡ്, എന്ത് ചെയ്യും, ചിലപ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യും, കേട് വന്നിട്ടുണ്ടാവും നോർമലായിട്ടോ അബ്നോർമലായിട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ആണെങ്കിൽ നമ്മൾ ആ കോൺട്രാക്ട് കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. എന്നാൽ അബ്നോർമൽ ആണെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ലേബർ കോസ്റ്റ് എന്ത് ചെയ്യും, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ലേബേഴ്സ് നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്ടറുടെ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ എക്സ്പെൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഓരോ കോൺട്രാക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്നാണ് പറയാം. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യും, ഡയറക്റ്റ് എക്സ്പെൻസ് ഇപ്പോൾ മെറ്റീരിയൽ ലേബർ അല്ലാത്ത മറ്റെല്ലാ എക്സ്പെൻസിനെയും നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു കോൺട്രാക്ട് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ടൂൾ വേണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം, ചിലപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മെഷീനോ എന്തെങ്കിലും അതിനെ ഹയർ ചെയ്യണം അല്ലെങ്കിൽ റെന്റിന് എടുക്കണം. അപ്പോൾ ഇതിനൊക്കെ വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. പിന്നെ ഓവർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ അതായത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ടർക്ക് 2-3 വർക്ക് ഒരുമിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ 2-3 വർക്ക് ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കുറച്ച് എക്സ്പെൻസുകൾ വരും. ചിലപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസുകൾ, പിന്നെ ഒരു മെയിൻ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അയാളെ എക്സ്പെൻസ്, ഇതുപോലെ എല്ലാ സൈറ്റും ഓവർസീ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അയാളെ എക്സ്പെൻസ്, ഇതൊക്കെ ഓവർ ഹെഡ് എക്സ്പെൻസ് ആണ്. ഈ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ത് ചെയ്യും, നമ്മൾ ഓരോ കോൺട്രാക്റ്റിലേക്കും ഓരോരുത്തരും അവരെത്ര അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കോൺട്രാക്റ്റിലേക്ക് ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി
പ്ലാൻ മെഷറിൻ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മെഷീനറിയോ മറ്റ് എക്യുപ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാക്റ്റിലേക്ക് ചാർജ് ചെയ്യും. നോർമലി പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ എക്സ്പെൻസ് 2 രീതിയിലാണ് വരിക. ചിലപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അയാൾ ഹയർ ചെയ്യായിരിക്കും, അതായത് വാടകയ്ക്ക് എടുക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെ എക്സ്പെൻസ് ഡയറക്റ്റ് ആ കോൺട്രാക്റ്റിലേക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി അയാളെ സ്വന്തം മെഷീനറിയാണ് അയാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവർ പീരിയോഡിക്കലി വരുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ഓരോ മാസത്തെയും ആ മെഷീൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ആ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ പോസ്റ്റ് ആ ജോബിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ സബ് കോൺട്രാക്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു കോൺട്രാക്ടർക്ക് ഒരു ജോബ് കൊടുത്തു കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? ചില വർക്കുകൾ എന്ത് ചെയ്യും? മറ്റൊരു കോൺട്രാക്ടർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നതിനാണ് സബ് കോൺട്രാക്ട് എന്ന് പറയാം. ഈ സബ് കോൺട്രാക്ട് കൊടുക്കുന്നതിന്റെ പോസ്റ്റിനും എന്ത് ചെയ്യും? അയാൾക്ക് ഡയറക്റ്റ് കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് അയാൾ ചാർജ് ചെയ്യും. പിന്നെ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാളെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തി കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ എ എന്നുള്ള വ്യക്തി എന്ത് ചെയ്യും? അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ചിലപ്പോൾ സർട്ടിഫൈ ചെയ്യേണ്ടി വരും. അയാൾ കോൺട്രാക്ട് കൊടുത്ത രീതിയിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സർട്ടിഫൈ ചെയ്ത വർക്കിനാണ് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയാം. ഇനി പ്രോഗ്രസ് പേയ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് പേയ്മെന്റ്, ഇങ്ങനെ ആയിരിക്കും നോർമലി കോൺട്രാക്റ്റിൽ ടേം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്, ആദ്യം ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പേയ്മെന്റ്, പിന്നെ അതിൻ്റെ അടുത്ത വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇത്ര പേയ്മെന്റ്, ഇങ്ങനെ ആയിരിക്കും നോർമലി ഓരോ കോൺട്രാക്റ്റിൽ പേയ്മെന്റ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഓരോ പ്രോഗ്രസ്സിൽ ഇതിൻ്റെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പം ഇതിനെയാണ് പ്രോഗ്രസ് പേയ്മെന്റ് എന്ന് പറയാം. ഒരു കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. എന്താ ചില കേസിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ കോൺട്രാക്ട് കൊടുത്ത ആൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ കേസ് വരാൻ ചാൻസ്. ചിലപ്പോൾ ഇയർ എൻഡിൽ വർക്ക് അയാൾ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് സർട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം ഇതിനെന്ത് ചെയ്യും? ഇതിനെ കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാസ് എന്ന് പറഞ്ഞാൽ എന്താവും? ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു വർക്കിനായിരിക്കും കോൺട്രാക്ട് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്ടർ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനാണ് നമ്മൾ എക്സ്ട്രാ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രോഫിറ്റ് ഓൺ അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഒരു വലിയ ജോബായിരിക്കും. ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3, ചിലപ്പോൾ 5 വർഷങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ആ ഒരു കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റത്തെ വർഷം കംപ്ലീറ്റ് ചെയ്താൽ അയാൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യും? ആ ചെയ്ത വർക്കിന്റെ പുറത്ത് അയാൾ ചിലപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നോർമലി നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ ആദ്യത്തെ 4 വർഷം ലോസും എക്സ്പെൻസ് മാത്രവും, പിന്നത്തെ വർഷം പ്രോഫിറ്റ്, അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ എത്ര പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിൽ എന്ത് ചെയ്യും? ഓരോ വർഷവും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 വർഷത്തെ കോൺട്രാക്ട് വിചാരിക്കും. ഫസ്റ്റ് വർഷം 30% കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ വർഷം 40% കംപ്ലീറ്റ് ചെയ്തു, മൂന്നാമത്തെ വർഷം 60% കംപ്ലീറ്റ് ചെയ്തു, നാലാമത്തെ വർഷം 80% കംപ്ലീറ്റ് ചെയ്തു, അഞ്ചാമത്തെ വർഷം 100% കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ ചെയ്തെന്ത് ചെയ്യും? ഇപ്പോൾ ഓരോ വർഷം എത്രത്തോളം അയാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അതിന്റെ ബേസിൽ എന്ത് ചെയ്യും? അയാൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണിത്. 2/3 ഇൻറ്റു നോഷൻ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇതാണ് എന്ത് ചെയ്യും? നമ്മൾ പാർഷ്യലി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണിത്. ഈ ഒരു കേസിൽ നോർമലി വർക്ക് കൂടുതൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭാഗം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് 2/3 എന്നുള്ള ഫോർമുല വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ വർക്ക് വളരെ കുറച്ചേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 1/3 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ വെച്ചെങ്കിൽ നമ്മൾ 1/3 എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമുല എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1/3 എത്രയാണ് കംപ്ലീറ്റ് ചെയ്തത് ഇൻറ്റു നോഷൻ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ഒരു ഫോർമുല മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, നമ്മൾ ഈ ഒരു ഫോമിൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിലൊരു ടോട്ടൽ കോൺട്രാക്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് 5 ലക്ഷം രൂപക്കാണ്. ഇതിൽ മാർച്ച് 31 3 ലക്ഷം രൂപന്റെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ടോട്ടൽ ഈ വർക്ക് സർട്ടിഫൈ ചെയ്ത വർക്കിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് 2,85,000 രൂപയാണ്. നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തത് 2,40,000 രൂപയാണ്. ഈ ഒരു കേസിൽ നമുക്കറിയാൻ പറ്റും നല്ലൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2/3 എന്നുള്ള ഫോമിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ 2/3 നമ്മൾ നോഷൻ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ടോട്ടൽ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് മൈനസ് നമുക്ക് അതിന് വന്നിട്ടുള്ള എക്സ്പെൻസ്, ഇതാണ് നമ്മളെ പ്രോഫിറ്റ്. അപ്പം ഇൻറ്റു 45,000 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ്. നമ്മൾ ക്യാഷ് എത്ര റിസീവ് ചെയ്തിട്ടുള്ളത്? 2,40,000 ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇനി വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ള എത്രയാണ്? 3 ലക്ഷത്തിന്റെ വർക്കാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ആ ഒരു കേസിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കുക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല 2/3 ഇൻറ്റു നോഷൻ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇതിന്റെ സെയിം മറ്റൊരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് കോൺട്രാക്ട് അക്കൗണ്ട്. അതായത് അതിൻ്റെ ഡെബിറ്റ് ബാലൻസിൽ എന്ത് ചെയ്യും? അയാൾക്ക് വന്നിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസുകൾ അയാൾ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബാലൻസിൽ നിന്ന് ആ എക്സ്പെൻസിൽ നിന്ന് എന്തെങ്കിലും കുറക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ക്രാപ്പ് സെയിൽ ചെയ്തപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്, അതെന്തെങ്കിലും നമ്മൾ എക്സ്പെൻസിൽ നിന്ന് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്, കുറച്ച് എൻഡിൽ നോക്കുമ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അത് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അതിൽ നിന്ന് എന്തെങ്കിലും കുറക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസും ചെയ്യും. അതുപോലെ തന്നെ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്, എത്ര വാല്യൂവിൻ്റെ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതും എന്ത് ചെയ്യും? അതിൻ്റെ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയാം. ഈ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ടർക്ക് ഒരുപാട് കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോൺട്രാക്ടിങ് വർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാൾ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്റ്റിന് ഒരു അക്കൗണ്ട് അയാൾ പ്രിപ്പയർ ചെയ്യാണ്. ഇങ്ങനെ എന്ത് ചെയ്യും? ഇതിന്ന് ക്യാഷ് റിസീവ് ചെയ്തൊക്കെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് കിട്ടുന്നത് കംപ്ലീറ്റ് ക്രെഡിറ്റ് ചെയ്യും. വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് എന്ത് ചെയ്യും? അത് ഡെബിറ്റും ചെയ്യും. അപ്പോൾ എന്ത് ഇങ്ങനെ ചെയ്താൽ പറ്റും? അയാൾക്ക് ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റിന് എന്ത് ചെയ്യും? ഒരു റെക്കോർഡ് അയാൾക്ക് കിട്ടും. എന്ത് ചെയ്യും? ടോട്ടൽ ഓരോ കോൺട്രാക്റ്റിന് എത്ര ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഇനി എന്താണ് അതിന് പെൻഡിങ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് കോൺട്രാക്ട് അക്കൗണ്ട്. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്. കോൺട്രാക്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വർക്ക് 2024 ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തു. 2024 എൻഡിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സൈറ്റിൽ കുറേ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? നോർമലി എൻഡ് ഓഫ് ദ ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ഭാഗത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് നമ്മളെ പ്രോഗ്രസ് എല്ലാം കഴിഞ്ഞ് നമ്മളെ കോൺട്രാക്ട് കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിയാൻ പറ്റും ടോട്ടൽ എക്സ്പെൻസുകൾ എന്ത് ചെയ്യും? അയാൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ ബാലൻസ് ഉള്ളത്, വർക്ക് സർട്ടിഫൈ ചെയ്തതിന് ഇതിനൊക്കെ ക്രെഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ വ്യത്യാസമാണ് ശരിക്കും അയാളെ പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ കോൺട്രാക്റ്റിനും ഉണ്ടാവുക. അയാൾ ടോട്ടൽ എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വാല്യൂവിൻ്റെ വർക്ക് അയാൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ വ്യത്യാസത്തിനാണ് നോർമലി നോഷൻ പ്രോഫിറ്റ് എന്ന് പറയാം.
ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ സെക്യൂർ പ്രോഗ്രസ് നോക്കാം. വൈ ഡസ് കോൺട്രാക്ടി റിട്ടേൺ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു കോൺട്രാക്ടർ? അതായത് എന്തുകൊണ്ടാണ് ഒരു കോൺട്രാക്ടർക്ക് ഡ്യൂ ആയിട്ടുള്ള ചെറിയ എമൗണ്ട് അയാൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ അയാൾ പറഞ്ഞ രീതിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ ഡിലേ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പെനാൽറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും, ആ ഒരു ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് അയാൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ വാട്ട് യു മീൻ ബൈ എക്സ്ട്രാ? എന്താണ് എക്സ്ട്രാ? ഒരു കോൺട്രാക്റ്റിൽ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ ആ കോൺട്രാക്ട് ടേംസിൽ മെൻഷൻ ചെയ്യാത്ത അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനാണ് എക്സ്ട്രാ എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നോർമലി അത് കോൺട്രാക്റ്റിക്ക് ചാർജ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോൺട്രാക്ട് അക്കൗണ്ടിങ് എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കോൺട്രാക്ട് അക്കൗണ്ടിങ് എന്തായാലും ഒരു സ്പെസിഫിക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടർക്ക് ഒരു അസൈൻ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ടിങ് എന്ന് പറയാം. ഈ കോൺട്രാക്ടിങ്ങിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കോസ്റ്റ് ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. കോൺട്രാക്ട് കോസ്റ്റിംഗ് മോസ്റ്റ്ലി അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്തെയും കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നാച്ചുറലിലാണ് നോർമലി കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഓരോ ഇയറിലും എത്ര പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കോൺട്രാക്ട് ആകുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വർഷമൊക്കെ എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് വർഷത്തിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എത്ര പ്രോഗ്രസ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ അയാൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഒരു ഫോർമുലയാണിത്. 2/3 into നോഷൻ പ്രോഫിറ്റ് into ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തുള്ള മെയിൻ കീവേഡ്സ് നോക്കാം. ഫസ്റ്റത്തെ കോൺട്രാക്ടർ ആണ്. കോൺട്രാക്ട് എന്താണ്? ഒരു വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് കോൺട്രാക്ടർ എന്ന് പറയാം. പിന്നെ കോൺട്രാക്ടിങ് എന്തായിരുന്നു? കോൺട്രാക്ട് പറയുമ്പോൾ ആ വർക്ക് ആരാണോ കൊടുക്കുന്നത് അയാളാണ് കോൺട്രാക്ട്. പിന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു കോൺട്രാക്ടിങ്ങിന്റെ ആസ്പെക്ട്സിൽ കോസ്റ്റിംഗ് ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ കോൺട്രാക്ടറും എഗ്രി ചെയ്തിട്ടുള്ള പ്രൈസിനെയാണ് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയാം. പിന്നെ എസ്കലേഷൻ ക്ലോസ്, അതായത് എന്തെയും ചില കേസിൽ എന്ത് ചെയ്യും, എസ്കലേഷൻ ക്ലോസ് ഉണ്ടാവും കോൺട്രാക്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് ഇത്ര എമൗണ്ടിന് കൊടുത്തു. അപ്പോൾ ഇൻ കേസിൽ ആ കോൺട്രാക്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് ഒരു പരിധിയിൽ കൂടുതൽ വില കൂടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോൺട്രാക്ടർക്ക് എസ്കലേഷൻ ക്ലോസ് ഉണ്ടാവും. അതായത് ആ ഒരു കേസിൽ അയാൾക്ക് എസ്കലേറ്റ് ചെയ്തിട്ട് അഡീഷണൽ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതും കൂടെ ക്ലെയിം ചെയ്യാനുള്ള റേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്ട്രാസ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് ടേംസിൽ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും അഡീഷണൽ വർക്ക് കോൺട്രാക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്ട്രാസ് എന്ന് പറയാം. പിന്നെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സർട്ടിഫൈ ചെയ്ത വർക്ക് മൈനസ് അതിൻ്റെ എത്ര കോസ്റ്റ്, അതിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാം. പിന്നെ പ്രോഗ്രസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോൺട്രാക്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര പെർസെൻറ്റേജ് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിൽ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിനാണ് പ്രോഗ്രസ് പേയ്മെന്റ് എന്ന് പറയാം. പിന്നെ റിട്ടൻഷൻ മണി എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ കോൺട്രാക്ട് ചെറിയ എമൗണ്ട് എന്ത് ചെയ്യും, അയാളെ തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കും. എന്ത് ചെയ്യും, അയാൾക്കൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ റിട്ടേൺ ചെയ്ത് വെക്കും. അതിനെയാണ് റിട്ടൻഷൻ മണി എന്ന് പറയാം. പിന്നെ സബ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് എടുത്തതിന് ശേഷം അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ വർക്ക് മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതിനാണ് സബ് കോൺട്രാക്ടിങ് എന്ന് പറയാം. പിന്നെ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ ഈ കോൺട്രാക്ട് പരിശോധിച്ചതിന് ശേഷം സർട്ടിഫൈ ചെയ്തിട്ടുള്ള വർക്കിനാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയാം. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യാത്ത വർക്കിനാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.